പ്രഖ്യാപിച്ചതിനു മുന്നേ വയനാട്ടിലെ വീടുകൾ ദുരന്തബാധിതർക്കായി തുറന്നുകൊടുത്ത കോൺഗ്രസിന് അഭിനന്ദനം. ഞങ്ങള് രാഹുൽ ഗാന്ധി കല്ലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ പണി തുടങ്ങിയില്ല എന്നാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണം. എത്ര മുറികളുള്ള വീടാണ് കോൺഗ്രസ്? ഇരുനിലകളിലായി 10-ലധികം മുറികൾ. ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വീട്ടിൽ ആരും ഇതുവരെ താമസിച്ചിട്ടില്ലല്ലോ. കോൺഗ്രസിന്റെ വീടുകളിൽ ആടുകൾ പണ്ടേ താമസം തുടങ്ങി. പായലെ വിടയില്ലാത്ത, പൂപ്പലെ വിടയില്ലാത്ത, സിമന്റും കട്ടയും കമ്പിയും ഒന്നും വേണ്ടാത്ത അതിമനോഹരമായ ഭവനങ്ങൾ പണിത ആ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കുമറിയില്ല. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജയ് ഹിന്ദ്. ഇനി ഒരു സംഘടനയെ കൂടി വിളിക്കാന് കുറച്ച് ഓവറായാലേ ശ്രദ്ധിക്കും. ഡിവൈഎഫ്ഐ നടത്തിയ പ്രചരണം എന്താ? എവിടെയാ ഡിവൈഎഫ്ഐ ഇപ്പോ? എവിടെയാ സംഘടന ഇപ്പോ? ഡിവൈഎഫ്ഐ ഇപ്പോഴുള്ളത് കുന്നംപറ്റിയിലാണ്. അവരവിടെ എന്തോ ഒരു ബാനറൊക്കെ കിട്ടുന്നത്. വസിഫ്ക എന്താ പരിപാടി? അല്ല, കോൺഗ്രസിന്റെ ഭൂമിയല്ല, അതിലേക്ക് പോകുന്ന വഴി കാണിച്ചു കൊടുക്കുക. ഇവിടുന്നും കുറെ എത്ര മീറ്റർ പോണ്ടി വരും? 1 കിലോമീറ്ററിനടുത്ത്. ആ ബാനറിൽ കാണുന്ന വഴിയിലൂട്ട് പോയാല് ആപ്പ് കാണാണ്ടായി പോയ കോൺഗ്രസിന്റെ ഇഷ്ടം പോലെ വീടുകളുള്ള സ്ഥലത്തെത്തും. ഈ CMDRFിലേക്ക് ഞങ്ങൾ പണം കൈമാറിയില്ല എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം. ഡിവൈഎഫ്ഐ CMDRFിലേക്ക് പണം കൈമാറിയോ? വളരെ ഗംഭീര പെർഫോമൻസ്. CMDRFിലേക്ക് കൈമാറിയില്ല. ടൗൺഷിപ്പ് പ്രോജക്ടിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട്. നാണം ഉണ്ടോ എന്ന് ചോദിക്കണ്ടേ? എന്തോ ചോദിക്കുന്ന കൈരളി ചാനൽ ഉൾപ്പെടെ നിരവധി തവണ CMDRFിലേക്ക് കോൺഗ്രസ് പണം കൈമാറാത്തതിനെ സംബന്ധിച്ച് നിരന്തര വിമർശനം ഉന്നയിച്ചു. പണം കൈമാറി എന്നതിന് അവരുടെ കയ്യിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റും രേഖകളും എല്ലാം ഉണ്ട്. അവരെയൊക്കെ എന്താ പറയാ? ജനീഷിന് ഇപ്പൊ അറിയേണ്ട കാര്യം ഇതാണ്. ഡിവൈഎഫ്ഐ CMDRFിലേക്ക് പണം കൈമാറിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? ഡിവൈഎഫ്ഐയുടെ കയ്യിലുള്ളത് ഈ രേഖയല്ല, ശരിക്കും രേഖയാണ്. ഇതാ ഞങ്ങൾ കൊടുത്ത പണം, അതിന്റെ രേഖ. ഇത് തന്നതാരാ? സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ്, വയനാട് ടൗൺഷിപ്പ് പ്രൊജക്ട്. അതിൽ ഞങ്ങൾ കൊടുത്ത പണവും എല്ലാം ഉണ്ട്. രേഖകളുണ്ട് പോലും കേട്ടോ. എവിടേക്കായിരുന്നു? CMDRFിലേക്കാണോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. CMDRFിലേക്കല്ല, ടൗൺഷിപ്പ് പ്രൊജക്ടുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ടിലേക്ക്. ഞങ്ങളുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി നടന്നു വരുന്ന വഴിയിലുണ്ടെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എണീറ്റ് നിന്ന് അവന്റെ മടുക്കുത്ത് അയച്ചിട്ടിട്ട് കൈകൂപ്പി നിൽക്കണം. നാണം എന്ന് പറയുന്ന അല്പമെങ്കിലും ഉണ്ടെങ്കിൽ. അല്ല, കോൺഗ്രസിന്റെ ഭവന പദ്ധതി എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് പൂർത്തിയായേ? ഞങ്ങൾ ഇനിയുള്ള ഭവനങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ പോലും പാർട്ടി എന്ന നിലയ്ക്ക് AICCയുടെയും APCCയുടെയും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊണ്ടാണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത്. കളിച്ചാലുണ്ടല്ലോ ഞാളോട്. ഇനി സമാഹരിച്ച പണത്തിന്റെ കണക്ക് നോക്കാം. ആദ്യം ഡിവൈഎഫ്ഐ സമാഹരിച്ചത് 25 വീടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമാഹരിച്ചത്. പക്ഷെ ഞങ്ങൾ 100 വീടിനുള്ള 20 കോടി രൂപ കൊടുത്തവരാ. അല്ല, നിങ്ങളെത്ര കൊടുത്തു? KPC പ്രസിഡന്റ് തന്നെ കൃത്യമായിട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. ഓക്കെ, അല്ല ഇവരെത്രയാ തന്നെ? അതിൽ യൂത്ത് കോൺഗ്രസിന് 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് പിരിക്കുകയും അവരത് KPCCക്ക് നൽകുകയും ചെയ്തു. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. ഡിവൈഎഫ്ഐ 20 കോടി, യൂത്ത് കോൺഗ്രസ് 1 കോടി. ഞങ്ങളുടെ ഇൻട്രസ്റ്റിന്റെ അത്ര പോലും പിരിക്കാൻ പറ്റാത്ത മൂത്ത കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ ഈ ദുരന്ത ബാധിതർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന്റെ ഏതോ കിനിഞ്ഞിറങ്ങുന്ന ഭാഗമുണ്ട് എന്നും പറഞ്ഞിട്ട് പരിഹസിച്ച് പുച്ഛിച്ച് ഈ സംവിധാനത്തെ ആകെ ആക്ഷേപിക്കാൻ വരുമ്പോ, അല്ല നിങ്ങൾ കൊടുത്ത വീടുകളെ കുറിച്ച് ഇവരൊക്കെ തമാശയാക്കാണ് കേട്ടോ. അതിനെ പറ്റിയിട്ട് അതും പറയാം. എന്നാ ഞാൻ കഥ പറയട്ടെ. അവിടെ ഡിവൈഡ് ചെയ്ത് തുടങ്ങിയ, അവിടെ കംപ്ലീറ്റ് സ്ഥലം ഡിവൈഡ് ചെയ്ത് തുടങ്ങി. ആര് ചെയ്തു തുടങ്ങി? എല്ലാ വീടുകൾക്ക് വേണ്ടി തരംതിരിച്ച് സൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും കാണുന്നില്ലല്ലോ. ശ്രദ്ധിച്ചു നോക്ക്, കാണും. സർക്കാരും പാർട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല, എന്താണ് സർക്കാർ പറഞ്ഞ? ഞങ്ങൾക്ക് അവിടെ സ്ഥലം തരാന്നാണ് പറഞ്ഞത്. അവസാനം പറഞ്ഞു നിങ്ങൾക്ക് പ്രത്യേകമായി സ്ഥലം തരില്ല എന്ന് പറഞ്ഞു. സ്ഥലം ലഭ്യമാക്കിയിരുന്നെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഇഷ്ടം പോലെ വീടുകൾ കൊടുത്തേനെ. സ്ഥലം സർക്കാർ ലഭ്യമാക്കുമായിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അല്ല, എവിടെ വെച്ചാ സംസാരിച്ചേ? മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും ഡെപ്യൂട്ടി ലീഡറെയും വിളിച്ച് നേരിട്ട് മറ്റേ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക മുറിയിൽ സെക്രട്ടേറിയറ്റിൽ വെച്ച് സംസാരിച്ചത്. അന്ന്
കൂടെയുണ്ടായിരുന്നവരിൽ ഒരാളാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ചാണെന്നൊരു സംസാരത്തെ കുറിച്ച് പറഞ്ഞു. ആ സംസാരത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അല്ല, എന്താണ് അവിടെ നടന്നത്? ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലം തരില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ 100 വീട് വെക്കുന്ന ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലം തരാതെ ഞങ്ങൾ എങ്ങനെയാണ് 100 വീട് വെക്കുന്നത്? എങ്ങനെയുണ്ട് സംഭവിക്കില്ലേ? അല്ല, ആരാണ് വീടിന്റെ ഗുണഭോക്താക്കൾ? പട്ടിക എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെയുണ്ട്. കോൺഗ്രസ് പറയും കാശ് അണ്ണൻ തരും. ആ സ്ഥലം ഗവൺമെന്റ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്യണം. അതിന് ഗവൺമെന്റ് റിക്വസ്റ്റ് കൊടുത്തു, സ്ഥലം അലോട്ട് ചെയ്തില്ല. അല്ല, അതെന്താ ഇവർക്ക് സ്ഥലം അലോട്ട് ചെയ്യാഞ്ഞ്? എവിടെയാണ് ബഹുമാനപ്പെട്ട UDF-ന്റെ നേതാക്കന്മാർ ഇത് ആവശ്യപ്പെട്ട് ഭൂമി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുള്ളത് എന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. അല്ല, അവരിനി കർണാടക മുഖ്യമന്ത്രിക്കോ തമിഴ്നാട് മുഖ്യമന്ത്രിക്കോ അങ്ങറ്റം പ്രതിപക്ഷ നേതാവാണല്ലോ സംസാരിച്ചത്. ഞാനാണല്ലോ മുഖ്യമന്ത്രിയോട് സംസാരിച്ചത്, നിങ്ങളല്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഭവന പദ്ധതി സർക്കാരിന്റെ നിലപാട് കൊണ്ട് വൈകി. ഞങ്ങളുടെ ഭവന പദ്ധതി സർക്കാർ താമസിപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. സ്ഥലം സർക്കാർ ലഭ്യമാക്കുമായിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഇനി CMDRF-ലേക്ക് പൈസ കൊടുക്കരുതെന്ന് UDF പ്രചരിപ്പിച്ചോ എന്നറിയണമെങ്കിൽ അന്നത്തെ KPCC പ്രസിഡന്റ് കെ സുധാകരനോട് തന്നെ ചോദിക്കണം. സർക്കാരിന് കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് തന്നെ അതിന്റേതായ ഫോറം ഉണ്ട്. അല്ല, എന്തെന്ന് ഫോറോ? ഇപ്പൊ എല്ലാരും പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് ത്രൂ ചെയ്താൽ മതിയല്ലോ. എന്താ തുടങ്ങിയ? അതൊരു ആപ്പാണ്. അതിന്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. സെക്രട്ടറി കണക്ക് പറയട്ടെ പ്ലീസ്. ഇതിന്റെ ആപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി കെ സുധാകരൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സത്യസന്ധമായ വരവ് ചെലവ് കണക്ക് ഈ ഫണ്ട് കളക്ഷന് വേണ്ടി ആപ്പ് നിർമ്മിക്കുന്നതിനും മറ്റുമായിട്ട് 9,30,000 രൂപ ചെലവാക്കി. എത്ര ആപ്പ് തിരഞ്ഞ് ആരും പ്ലേ സ്റ്റോറിൽ പോണ്ട. ആപ്പ് പൊട്ടിത്തെറിച്ചില്ലാണ്ടായി. അതായത് ഒന്നുകൊണ്ട് ഇത്തരം ഒരു കാര്യത്തിൽ വലിയ വൈകലുണ്ടായിട്ടില്ല. ക്ഷാമകാലമാണെന്ന് ഓർക്കണം. നാട്ടുകാരൊക്കെ കാണുന്ന നേതാക്കന്മാരോടൊക്കെ ചോദിക്കാൻ തുടങ്ങി, അല്ല നിങ്ങൾ പ്രഖ്യാപിച്ച വീട് എവിടെയാണ്? സർക്കാർ ഒരു കൊല്ലം എടുത്തപ്പോ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. പണി തുടങ്ങിയോ? തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. തുടങ്ങിയതിന് തെളിവാണ് നിങ്ങൾക്ക്. ഇതാ പിടിച്ചോ. കോൺഗ്രസിന്റെ വീടുകളുടെ നിർമ്മാണത്തിലെ അനിശ്ചിതത്വം ഇനിയും നീങ്ങിയിട്ടില്ല. മോഡൽ ഹൌസ് എന്ന നിലയിൽ ഒരു വീടിന്റെ അനുമതി മാത്രമാണ് കോൺഗ്രസ് ഇതുവരെ തേടിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് UDF-ന്റെ പ്ലാൻ? ഒരു പ്ലാനിന്റെ അപ്രൂവൽ കിട്ടാൻ മണിക്കൂറുകൾ മാത്രം മതി എന്നിരിക്കെ ആ പ്ലാനോ അപ്രൂവലോ എടുക്കാതെയാണ് കല്ലിട്ടിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന്റെ മുമ്പിലുണ്ട്. അല്ല, അതെന്താ അങ്ങനെ ഒരു കല്ലിടൽ? ഇത് ഡിവൈഡ് ചെയ്യണ്ടേ ആദ്യം? ഈ ഇത്ര സെന്റ് വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടോണ്ടാണ് പ്ലാൻ എടുക്കാണ്ടിരുന്നത്. ഓക്കെ, അല്ല എത്ര കിട്ടി? പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ടെടുത്ത ഭവന നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് അക്കൗണ്ട് വഴി. ഒരു ജോയിന്റ് അക്കൗണ്ടാണ്. ആ അക്കൗണ്ട് ആരുടെയൊക്കെ പേരിലാണ്? എന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് പൈസ. ആ പണമൊക്കെ എവിടെയുണ്ട്? ആകെ ഇതുവരെ ലഭിച്ചത് 5,38,21,632 രൂപയാണ്. പിന്നെ ഞങ്ങളുടെ പണം എവിടെ പോയെന്ന് വെച്ചാൽ ഞങ്ങളുടെ പണം ഉപയോഗിച്ച് ഞങ്ങൾ അവിടെ സ്ഥലം മേടിച്ചു. അല്ല, അപ്പൊ പണത്തിന്റെ കണക്ക് കേൾക്കാം. 3 ഏക്കർ 24.5 സെന്റ് സ്ഥലം 3,68,63,388 രൂപ ചെലവിൽ ആ സ്ഥലം വാങ്ങി. അപ്പോ പണം വാങ്ങി ആ പൈസക്ക് ഇനി വീടും കൂടി വെക്കായിക്കും അല്ലേ? അല്ലല്ല, അത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. അവിടെ പണി തുടങ്ങി, കഴിഞ്ഞ ദിവസം തുടങ്ങി. നിങ്ങൾ കേൾക്ക്. വീടിന്റെ പണി തുടങ്ങിയത് പ്രതിപക്ഷ നേതാവ് മാത്രമേ അറിഞ്ഞുള്ളൂ എന്ന് തോന്നുന്നു. ജോയിന്റ് അക്കൗണ്ടുകാരനായിട്ടുള്ള KPCC അധ്യക്ഷൻ അറിഞ്ഞില്ല. ഇനിയും ഭൂമി വാങ്ങുന്നതിന് 73,90,985 രൂപ കൂടി ആവശ്യമുണ്ട്. അപ്പൊ വീടിന്റെ പണി തുടങ്ങണമെങ്കിൽ ഇനിയും പൈസ വേണം. ഞങ്ങൾ എന്തിനാ ഇവര് ചോദിക്കുന്ന ചോദ്യത്തിന് ഞങ്ങൾ അല്ല അതിന്റെ അകത്ത് സ്ഥലം വാങ്ങി ഞങ്ങൾ പണി തുടങ്ങുമല്ലേ? പണി തുടങ്ങി. എന്ത് പണി? UDF-ന് അധികാരം കിട്ടിയാല് മുഖ്യമന്ത്രിയാകാനുള്ള പണി. ഞങ്ങൾ പാർട്ടിക്ക് പണമുണ്ട്, ആ പണം ഉപയോഗപ്പെടുത്തും. എന്റെ പണം എന്റെ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ കാണുന്ന കോൺഗ്രസുകാരോടൊക്കെ നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്:
നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ട് ആ പാവങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല? അതാണ് ഞങ്ങളുടെ ചോദ്യം. അതിന് മറുപടി പറഞ്ഞു. കോൺഗ്രസുകാര് വീടിനു വേണ്ടി കല്ലിട്ട സ്ഥലത്തിന്റെ തൊട്ടടുത്ത് ഡിവൈഎഫ്ഐക്ക് ഒരു പ്ലാൻ ഉണ്ട്. ഞങ്ങൾ ഇത് മാറ്റി കുറച്ചുകൂടി പെർമനന്റ് ആയിട്ടില്ല അല്ലേ, ഒരു പെർമനന്റ് ബോർഡ് ഇവിടെ സ്ഥാപിക്കാൻ ആലോചിച്ചിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ആലോചന ഉണ്ടായത്. ഞങ്ങൾ ഒരു നല്ല ബോർഡ് ഇവിടെ സ്ഥാപിക്കും. അല്ല, വീട്ടിൽ കൂടലിനെ വിളിക്കുവോ? നോക്കാം, നമുക്ക് നോക്കാം, വീട്ടിൽ കൂടുതൽ വിളിക്കാം. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശരിയാക്കി തരാം. അല്ല, സർക്കാരിന്റെ വീട് വരുമ്പോഴേക്ക് യൂത്ത് കോൺഗ്രസിന്റെ വീടും വരുമായിരിക്കും അല്ലേ? വരും. സർക്കാരിന്റെ വീട് വരുമ്പോ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വീടും ഉണ്ടാവും. വരുമ്പോഴേക്കല്ല, വരും മുമ്പ്. അതിന് മുമ്പ്. അതിന് മുമ്പും വരും.